ലോകത്താകെയുള്ള 125 കോടിയോളം ഹിന്ദുമത വിശ്വാസികളിൽ 98% ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രധാനമായും ഇന്ത്യയിൽ വസിക്കുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ഹിന്ദുമതം എന്ന് കേൾക്കുമ്പോൾ ലോകത്ത് ആദ്യം ഓർമ്മയിൽ വരുന്ന രാജ്യം ഇന്ത്യയാണ്. ക്രിസ്തുമതവും ഇസ്ലാം മതവും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള മതമാണ് ഹിന്ദുമതം. 140 കോടിയിലധികം വരുന്ന ജനസംഖ്യയിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷ മതം. എന്നാൽ രണ്ടാമത്തെ ഹിന്ദു ഭൂരിപക്ഷ രാജ്യം ഏതാണെന്നറിയാമോ? നേപ്പാളാണത്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഹിന്ദു ജനസംഖ്യ ഒരു മുസ്ലിം രാജ്യത്താണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അത് ഏത് രാജ്യമാണെന്നറിയുമോ? ബംഗ്ലാദേശാണ് ആ രാജ്യം. കുറഞ്ഞ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസംഖ്യയും ബംഗ്ലാദേശിന്റെ പ്രത്യേകതയാണ്. വിസ്തൃതിയിൽ 100ാം സ്ഥാനത്താണെങ്കിലും ജനസംഖ്യയുടെ കാര്യത്തിൽ 7ാമതാണ് ബംഗ്ലാദേശിന്റെ സ്ഥാനം. രാഷ്ട്രീയ അസ്ഥിരതയും അടിക്കടിയുണ്ടാകുന്ന ചുഴലിക്കൊടുങ്കാറ്റുകളും കടലാക്രമണവും ഈ ചെറിയ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകിടം മറിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണിത്. മുസ്ലിം രാജ്യമാണെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുൻപേ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുണ്ട്. ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട ഒരു മതന്യൂനപക്ഷമാണ് ഹിന്ദുക്കൾ. എന്നാൽ സെൻസസ് പ്രകാരം കാലം കഴിയും തോറും ഇവിടുത്തെ ഹിന്ദുക്കളുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിക്കുന്നുണ്ട്. കണക്കുകൾ പറയുന്നത് 2022 സെൻസസ് പ്രകാരം രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ ഏകദേശം 7.95% ഹിന്ദുക്കൾ. അതായത് 16.5 കോടി വരുന്ന ജനസംഖ്യയിൽ 1.3 കോടിയിലധികം ഹിന്ദുക്കളാണ്. രാജ്യത്തെ ഏറ്റവും വലിയ മതന്യൂനപക്ഷമാണിത്. മറ്റു മതന്യൂനപക്ഷങ്ങളായ ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളും ചേർന്ന് ആകെ ജനസംഖ്യയുടെ 1% താഴെ മാത്രമേ വരുന്നുള്ളൂ. 2011 8.54% ഹിന്ദു ജനസംഖ്യ 2022 ആയപ്പോൾ 7.95% കുറഞ്ഞു. ഏറ്റവും ഒടുവിലത്തെ ജനസംഖ്യാ കണക്കെടുപ്പിലും ഹിന്ദു ജനസംഖ്യയിൽ 0.59% കുറവുണ്ട്. ബംഗ്ലാദേശ് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ജനസംഖ്യാ ഭവന സെൻസസ് പ്രകാരം ഖുൽന ഡിവിഷനിലാണ് ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1.33% ഇടിവാണ് ഇവിടെ ഹിന്ദു ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ് ജനസംഖ്യാ ഇടിവിന് പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ബംഗ്ലാദേശിലുടനീളം ഹിന്ദുക്കൾ വ്യാപിച്ചു കിടക്കുന്നുണ്ടെങ്കിലും ചില ജില്ലകളിൽ എണ്ണം താരതമ്യേന കൂടുതലാണ്. ധാക്ക ഡിവിഷനിലെ ഗോപാൽഗഞ്ച് ജില്ലയിൽ ജനസംഖ്യയുടെ 26.94% ഹിന്ദുക്കളാണ്. സിലഹട്ട് ഡിവിഷനിലെ മൗലി ബസാർ 24.44% ഹിന്ദുക്കളുണ്ട്. രംഗ്ലൂർ ഡിവിഷനിലെ താക്കൂർഗാവിലാവട്ടെ 22.11% ഖുൽന ജില്ലയിൽ ജനസംഖ്യയുടെ ഏകദേശം 20.75% ഹിന്ദുക്കളാണ്. വിഭജനത്തിനു ശേഷം പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശം കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു വരികയാണെന്ന് സെൻസസ് രേഖകൾ വ്യക്തമാക്കുന്നു. 1901 മുതലുള്ള ഓരോ ജനസംഖ്യാ കണക്കെടുപ്പിലും ഹിന്ദു ജനസംഖ്യയിൽ കുറവുണ്ടായതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലിയ ഇടിവ് സംഭവിച്ചത് 1941 1974 ഇടയിലുള്ള കാലയളവിലാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ഏകദേശം 1.14 കോടി ഹിന്ദുക്കൾ കിഴക്കൻ ബംഗാളിൽ തന്നെയായിരുന്നു. എന്നാൽ കാലക്രമേണ അനേകം ഹിന്ദുക്കൾ രാജ്യം വിട്ടു. 1947 പലായനം മാത്രമല്ല, അതിനുശേഷമുള്ള ദശകങ്ങളിലും സാമ്പത്തിക രാഷ്ട്രീയ സുരക്ഷാ കാരണങ്ങളാൽ ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ നിന്ന് അയൽ രാജ്യമായ ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കുടിയേറുന്നത് തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഹിന്ദുക്കളുടെ കുറഞ്ഞ ജനന നിരക്കാണ് ജനസംഖ്യയിലെ കുറവിന് കാരണമാകുന്ന ഒരു ഘടകം. മുസ്ലിം സ്ത്രീകൾക്കിടയിലെ ശരാശരി പ്രത്യുൽപാദന നിരക്ക് 7.6 കുട്ടികളാണെന്ന് കണ്ടെത്തിയ ജനസംഖ്യാ ശാസ്ത്രജ്ഞരായ ജെ സ്റ്റോക്സിന്റെയും MA ചൌധരിയുടെയും 1969 പഠനത്തിൽ ഇത് ഹിന്ദു സ്ത്രീകൾക്കിടയിൽ 5.6 കുട്ടികളാണെന്ന് കണ്ടെത്തിയിരുന്നു. ജനന നിരക്കിലെ ഈ വ്യത്യാസം തുടർന്നുള്ള ഓരോ സെൻസസുകളിലും പ്രതിഫലിക്കുന്നുണ്ട്. വിദ്യാർത്ഥി നേതാവും ഇൻഗുലാബ് മഞ്ചയുടെ വക്താവുമായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ വ്യാപകമായ അശാന്തി നിലനിൽക്കുന്നു. പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളും ബംഗ്ലാദേശിൽ ശക്തമായി. ഈ സാഹചര്യത്തിൽ വ്യാഴാഴ്ച രാത്രി മൈൻസിംഗ് ജില്ലയിലെ ഒരു ഹിന്ദു പൗരൻ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഭാലുക ഉപസിലയിലെ ദുബാലിയ പാറയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വസ്ത്രനിർമ്മാണശാലയിലെ തൊഴിലാളിയായ ദീപു ചന്ദ്രദാസാണ് കൊല്ലപ്പെട്ടത്. മതനിന്ദ ആരോപിച്ചായിരുന്നു ആക്രമണമെന്നതാണ് പ്രാഥമിക വിവരം. ഹാദിയുടെ മരണത്തിന് പിന്നാലെ നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ആക്രമണം നടന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. അടുത്ത കാലത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2024 ഓഗസ്റ്റിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് പിന്നാലെ അവരുടെ അനുയായികൾക്ക് നേരെ വ്യാപകമായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മതേതര പാർട്ടിയായി കരുതപ്പെടുന്ന അവാമി ലീഗിനെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്നവരായതിനാൽ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം ഈ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി കൌൺസിലിന്റെ കണക്കനുസരിച്ച് 2025 ഓഗസ്റ്റ് 5 അവാമി ലീഗ് സർക്കാർ വീണതിന് പിന്നാലെ രാജ്യത്തെ ഏകദേശം 50 ജില്ലകളിലായി ന്യൂനപക്ഷങ്ങളുടെ നേർക്ക് 200-ലധികം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.